ആദ്യമായിട്ട് എനിക്ക് ഉന്നയിക്കാനുള്ള ഒരു സംശയം എന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ മീൻസ് ഒരു 150 വർഷങ്ങൾക്ക് ശേഷം ഇത്ര വലിയൊരു ഓവർഹോൾ ഉണ്ടാക്കിയത് നിയമത്തിൽ എന്നുള്ളതാണ്. നമ്മുടെ നിലവിലുണ്ടായിരുന്ന നിയമ സംവിധാനം അത്ര ബ്രോക്കൺ ആയിരുന്നോ? അത്ര പ്രശ്നങ്ങൾ ഈ നിയമ സംവിധാനത്തിനകത്ത് ഉണ്ടായിരുന്നോ? ഭേദഗതികൾ കൊണ്ട് പരിഹരിക്കാനാകാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ മാറ്റത്തിലൂടെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നും ഇല്ല എങ്കിൽ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് 95% പഴയ നിയമം അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ ചെറിയ മാറ്റങ്ങൾ മാത്രമേ വരുത്തിയിട്ടുള്ളൂ. അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ട ഒരു സാഹചര്യം നിലവിലില്ലായിരുന്നു എന്നാണ് അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോ വൈ ട്രൈ ടു ഫിക്സ് സംതിങ് ദാറ്റ് വാസ് നോട്ട് ബ്രോക്കൺ എന്നാണ്. നമുക്ക് ഒരു ബ്രോക്കൺ അല്ലാതിരുന്ന ഒരു സംവിധാനത്തെ എന്തിനാണ് നമ്മൾ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ എന്തൊക്കെയാണ് ഇവർ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നത്? ആദ്യം പറഞ്ഞത് ഇതൊരു കൊളോണിയൽ ഹാങ് ഓവർ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണെന്നാണ്. നമുക്കറിയാം, ഈ കൊളോണിയൽ നിയമത്തിലെ മുഴുവൻ ഭാഗങ്ങളും ഏകദേശം അതുപോലെ തന്നെ പകർത്തി വെച്ചു എന്ന് മാത്രമല്ല, കൊളോണിയൽ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ എതിര് നിന്നിട്ടുള്ള നിയമത്തിന്റെ ചില ഭാഗങ്ങളുണ്ട്. ഒന്ന് ദേശദ്രോഹവുമായി ബന്ധപ്പെട്ട 124A നീക്കം ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഭീകരമായ രീതിയിൽ പുതിയ നിയമസംഹിതയ്ക്കകത്ത് ദേശദ്രോഹ കുറ്റം വന്നു ചേർന്നിട്ടുണ്ട്. ഹേർട്ടിംഗ് റിലീജിയസ് സെന്റിമെന്റ്സ് 295A അതും ജനാധിപത്യ സംവിധാനത്തിന് നിരക്കുന്ന ഒരു നിയമമല്ല. ആധുനിക ജനാധിപത്യ സമൂഹങ്ങളിലൊന്നും ഈ മതനിന്ദ അല്ലെങ്കിൽ ദൈവനിന്ദ ഒരു കുറ്റകൃത്യമായി കണക്കാക്കുന്നില്ല. അല്ലെങ്കിൽ 120A ഇങ്ങനെയുള്ള വകുപ്പുകളിൽ ജനാധിപത്യപരമായ മാറ്റം, കാലികമായ മാറ്റം, കൊളോണിയൽ ഹാങ് ഓവറിൽ നിന്ന് മാറ്റം വരേണ്ട ഭാഗങ്ങളിൽ എവിടെയെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന ചോദ്യം ഉന്നയിക്കുമ്പോൾ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. മറിച്ച് വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ പലതും ആധുനിക ജനാധിപത്യ സമൂഹത്തിന് ചേരാത്ത മാറ്റങ്ങളാണ് താൻ. 3 തരത്തിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഒന്ന്, ബില്ല് പാസ്സാക്കിയ രീതി ജനാധിപത്യ വിരുദ്ധമായ ഒരു തരത്തിലാണ്. കാരണം ഇതിനു മുമ്പ് കമ്മിറ്റി ഉണ്ടായിട്ടുണ്ടോ, പബ്ലിക് കൺസൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതല്ല. ആത്യന്തികമായ ഒരു നിയമം പരിശോധിക്കപ്പെടേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതും വിലയിരുത്തപ്പെടേണ്ടതും പാർലമെന്റിനകത്താണ്. പാർലമെന്റിനകത്ത് ജനപ്രതിനിധികൾക്ക് വേണ്ട രീതിയിൽ ഇത് പഠിക്കുവാനോ ചർച്ച ചെയ്യുവാനോ ഉള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യം ഉന്നയിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഈ നിയമം ആരുണ്ടാക്കി എന്നുള്ളതും വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇത്ര വലിയൊരു ഓവർഹോൾ, അതായത് 1860 ശേഷം നമ്മുടെ നിയമ സംവിധാനത്തിൽ ഇത്ര വലിയൊരു മാറ്റം ഉണ്ടാകുന്ന ആദ്യമായിട്ടാണ്. ഇത് ഉണ്ടാക്കിയത് ലോ കമ്മീഷൻ അല്ല. ഇതുണ്ടാക്കിയത് നിയമമന്ത്രാലയം പോലും, ആഭ്യന്തര മന്ത്രാലയമാണ് ഈ മാറ്റവുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. രണ്ടാമത്തെ കാര്യം, ഇതിൽ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ ജനാധിപത്യ സമൂഹത്തിന് നിരക്കാത്ത മാറ്റങ്ങളാണല്ലോ. ഭീകരവാദത്തെ കുറിച്ച് പറഞ്ഞു, അങ്ങനെ BNSലെ ചില വകുപ്പുകളെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഏറ്റവും കൂടുതൽ ഉത്കണ്ഠപ്പെടുന്നത് ഈ പ്രൊസീജിയറൽ ലോസുമായിട്ട് ബന്ധപ്പെട്ടാണ്. CRPCയിൽ നൽകിയിരുന്ന പല സംരക്ഷണങ്ങളും പുതിയ സംവിധാനത്തിന് കീഴിൽ ലഭിക്കുന്നില്ല എന്ന് കാണാം. അപ്പോ അതിലുണ്ടാകുന്ന വലിയൊരു അപകടം സബ്സ്റ്റാൻറ്റീവ് ലോ, അതായത് നമ്മുടെ കുറ്റകൃത്യങ്ങൾ നിർവചിക്കുകയും കുറ്റങ്ങൾ നിശ്ചയിക്കുകയും എല്ലാം ചെയ്യുന്ന നിയമത്തിന് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ല. അത് പാസ്സാക്കി അത് നിലവിൽ വന്ന ദിവസം മുതൽ മാത്രമേ അത് അതിന് ഫലം ഉണ്ടാവുകയുള്ളൂ. എന്നാൽ പ്രൊസീജിയറൽ ലോസ് അങ്ങനെയല്ല. അതിന് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റും ഉണ്ടാകാം, അത്തരത്തിൽ മാറ്റങ്ങൾ വരികയും ചെയ്യാം. ഇപ്പൊ ഒരു പ്രതി, ഇവിടെ BJP നേതാവ് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ പൊതുസമൂഹം മുഴുവൻ നിലകൊള്ളുന്നത് പ്രതികളുടെ, കുറ്റവാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന്. കുറ്റവാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, രാജ്യത്തെ പൗരന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ പൊതുസമൂഹവും സാമൂഹ്യ പ്രവർത്തകരെല്ലാം നിലകൊള്ളുന്നു. ഇനി പ്രതികളുടെ അവകാശങ്ങൾ സംബന്ധിച്ചാണെങ്കിലും ഈ നിയമത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ചില മാറ്റങ്ങൾ ശ്രദ്ധിക്കാം. നമ്മുടെ ലീഗൽ സംവിധാനത്തിൽ വളരെ നിർണായകമായ ഒരു കേസായിരുന്നു ലളിതകുമാരി കേസ്. ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയാൽ അതിൽ FIR ഇടുക എന്നതാണ് പോലീസിന്റെ പ്രാഥമികമായ കർത്തവ്യമെന്ന് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം തീരുമാനിച്ച ഒരു സന്ദർഭമായിരുന്നു ലളിതകുമാരി കേസ്. ഈ പുതിയ നിയമങ്ങൾ വന്നതോടുകൂടി അത്തരത്തിലുള്ള ഒരു ബാധ്യത പോലീസിന് ഇല്ലാതെ വരുന്നു. പോലീസിന് തീരുമാനിക്കാം ഒരു കേസിൽ ഒരു പ്രാഥമിക എൻക്വയറിക്ക് ശേഷം മാത്രം FIR ഇട്ടാൽ മതി. അതിന് വലിയൊരു പ്രശ്നമുണ്ട്. ഏതൊരു കേസിലും ആദ്യമായി ക്രൈം നടന്ന ഉടനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കാര്യത്തിന് വലിയൊരു എവിഡൻഷ്യറി വാല്യൂ ഉണ്ട്. അത് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണ്. അതിന് നിയമപരമായി വലിയ ഒരു വാല്യൂ ഉണ്ട്.
അതുപോലെയല്ല ഒരു 10 ദിവസമോ 15 ദിവസമോ കഴിഞ്ഞിട്ട് പോലീസ് തീരുമാനിച്ചതിന് ശേഷം റിപ്പോർട്ട് കൊടുക്കുന്നു. അത്തരത്തിൽ പോലീസിന് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ ഒരു പ്രൈമാ ഫാസി കേസ് ഉണ്ട് എന്ന് പോലീസിന് തോന്നിയാൽ മാത്രമേ എഫ്ഐആർ ഇടേണ്ടതുള്ളൂ. അത് തീരുമാനിക്കുന്നത് SHO ആണ്, സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ് തീരുമാനിക്കേണ്ടത്. ഈ പ്രൈമാ ഫാസി കേസ് ഉണ്ടോ എന്നൊക്കെ നേരത്തെ പരിശോധിച്ചുകൊണ്ടിരുന്നത് ജുഡീഷ്യറിയാണ്. അപ്പൊ ജുഡീഷ്യറിയുടെ ഡൊമൈനിൽ ഉണ്ടായിരുന്ന ഒരു അന്വേഷണം അധികാരം പോലീസിന് നമ്മൾ കൊടുക്കുകയാണ്. ഒരു സംഭവം റിപ്പോർട്ട് ചെയ്താൽ അതിന് പ്രൈമാ ഫേസി കേസ് ഉണ്ടോ എന്ന് പോലീസ് തീരുമാനിക്കുക. 7 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഇത്തരത്തിൽ പോലീസിന്റെ പ്രിലിമിനറി എൻക്വയറിക്ക് ശേഷം മാത്രം എഫ്ഐആർ ഇട്ടാകും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു പെൺകുട്ടിക്ക് നേരെ ആസിഡ് അറ്റാക്ക് ഉണ്ടായി. 7 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. ഈ കുട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി വന്ന് പരാതി പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് തീരുമാനിക്കാം എഫ്ഐആർ ഇടണോ വേണ്ടയോ എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പോലീസ് സംവിധാനത്തിനകത്ത് ബ്രൈബറിയെ, രാഷ്ട്രീയമായ സ്വാധീനങ്ങളെ, അധികാരത്തിന്റെ സ്വാധീനങ്ങളെ എല്ലാം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു മാറ്റമായി ഇത് മാറുകയാണ്. അത് രാജ്യത്തെ പൗരാവകാശത്തിന് മേലെയുള്ള കടന്നുകയറ്റത്തിന്റെ സാധ്യതകളെയാണ് നിയമം ഏകശിലാത്മക സംഹാരരൂപിയായ സ്വഭാവത്തിൽ പെരുമാറാൻ പോവുകയാണ് എന്ന ഭയപ്പാടാണോ ഉണ്ടാക്കുന്നത് ഇപ്പോ? തീർച്ചയായിട്ടും ഈ നിയമം, ഇതിന്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഇത് ഒരു പോലീസ് രാജിലേക്ക് നയിക്കുന്ന രീതിയിൽ ജുഡീഷ്യറിക്കും ഗവൺമെന്റിനും ഉണ്ടായിരുന്ന പല അധികാരങ്ങളും പോലീസിന് വീതം വെച്ച് നൽകുന്ന ഒരു സംവിധാനമായിട്ട് ഇത് മാറി എന്നുള്ളതാണ്. ഇത്രയും നാളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആയിരുന്നു ഈ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ഒക്കെ കൈകാര്യം ചെയ്തിരുന്നത്. വസ്തു അറ്റാച്ച് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അറ്റാച്ച്മെന്റ് ഓർഡർ ഇടേണ്ടത് കോടതിയായി. ഇപ്പോ പുതിയ നിയമ സംവിധാനം അനുസരിച്ച് ഒരു പോലീസ് ഓഫീസർക്ക് ഈ പ്രൊസീഡ്സ് ഓഫ് ക്രൈമുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും അറ്റാച്ച്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനും കഴിയും എന്ന് വരും. NIAക്ക് ഗവൺമെന്റിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്കെതിരെ കേസ് എടുക്കാനും ചാർജ് ഷീറ്റ് കോടതിയിൽ ഫയൽ ചെയ്യാനും കഴിയുമായി. പുതിയ നിയമം അനുസരിച്ച് ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് ഭീകരപ്രവർത്തനത്തിന്റെ പേരിൽ കേസെടുക്കാനും ഈ പറയുന്ന യാതൊരു അനുമതിയും ഇല്ലാതെ തുടർ നടപടികൾ സ്വീകരിക്കാനും കഴിയുന്ന സാഹചര്യമുണ്ട്. അതുപോലെ സെഡീഷന്റെ കാര്യം ഇവിടെ പറഞ്ഞു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ നിയമം അവതരിപ്പിച്ചുകൊണ്ട് വലിയ നേട്ടമായി പറഞ്ഞത് ഞങ്ങൾ രാജ്യദ്രോഹ കുറ്റം ഇല്ലാതാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട ഒരാളിപ്പോ പറയുന്നു ഞങ്ങൾ രാജ്യദ്രോഹ കുറ്റം ഇല്ലാതാക്കാൻ പോകുന്നില്ല, ഇത് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ രാജ്യദ്രോഹ കുറ്റം നിലനിൽക്കുന്നു. അപ്പോൾ എന്താണ് ഇവരുടെ നയം എന്നത് വളരെ വ്യക്തമാണ്. രാജ്യദ്രോഹ കുറ്റം ഇല്ലാതാക്കി എന്ന് പറഞ്ഞതുകൊണ്ട് അതിനേക്കാൾ ഭീകരമായ രീതിയിൽ ഒരു നിയമം ഇതിൽ കൊണ്ടുവന്നിരിക്കും. മറ്റൊന്ന് ഈ വിറ്റ്നസിന്റെ കാര്യമാണ്. സാധാരണഗതിയിൽ ഇന്നത്തെ നിയമ സംവിധാനം അനുസരിച്ച് പോലീസിന് മുമ്പിൽ കൊടുക്കുന്ന മൊഴി കോടതിയിൽ സ്വീകാര്യമായില്ല. അത് നമ്മൾ കോടതിയിൽ അത് കൊറാബറേറ്റ് ചെയ്ത് തെളിയിക്കേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ വോളണ്ടറി വിറ്റ്നസ്, സ്വയമേവ വന്ന് പോലീസിനോട് കാര്യങ്ങൾ പറയുന്ന സാക്ഷി മൊഴി എന്ന് പറയുന്ന പുതിയൊരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിന് കോടതിയിലുള്ള എവിഡൻഷ്യറി വാല്യൂ എന്താണ് എന്നതിനെ കുറിച്ച് വ്യക്തതയില്ല. അപ്പോൾ അവിടെയും ഒരു മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുക്കേണ്ട 164 പോലെ കൊടുക്കേണ്ടിയിരുന്ന ഒരു മൊഴി ഇപ്പോ 161 CRPC 161 അനുസരിച്ച് പോലീസിന് കൊടുക്കുന്ന ഒരു മൊഴിക്ക് തുല്യമായ രീതിയിൽ എടുത്താൽ അത് കോടതിയിൽ വോളണ്ടറി വിറ്റ്നസ് എന്ന രീതിയിൽ അത് വാലിഡേറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ പോലീസിന് ജുഡീഷ്യറിയുടെ അധികാരങ്ങൾ നൽകുകയോ അല്ല കേസിലെ പെൻഡൻസി തീർക്കാനുള്ള മാർഗം. അങ്ങനെയല്ല നിയമ സംവിധാനത്തെ വേഗമുള്ളതാക്കേണ്ടത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത്തരം അധികാരങ്ങളൊക്കെ പോലീസിന് നൽകിക്കൊണ്ട് ഈ ക്രിമിനൽ നിയമ സംവിധാനത്തെ പോലീസ് രാജിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള പരിഷ്കാരങ്ങളാണ്. ഇതിന്റെ ആകെത്തുക പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്. ഒപ്പം സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരു അതിക്രമം നേരിട്ടാൽ അതിന് FIR പോലും രജിസ്റ്റർ ചെയ്യാൻ പോലീസ് അത് പ്രഥമ ദൃഷ്ടിയ അതിൽ കേസുണ്ടെന്ന് പോലീസിന് ബോധ്യപ്പെട്ടാൽ മാത്രമേ കഴിയൂ എന്നുള്ള അവസ്ഥ സംജാതമാക്കുന്നുള്ള ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണം ഒരു ആസിഡ് അറ്റാക്ക് ജനാധിപത്യ പ്രക്രിയ മറികടന്നുകൊണ്ട് പോലീസ് രാജിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്ന അപകടകരമായ സിറ്റുവേഷൻ ഇത് വിളിച്ചു വരുത്തും എന്നതാണ് സിവിൽ സൊസൈറ്റി ഇതിനകത്ത് പങ്കുവെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ.